2018 1800 പിന്നെ അത് കുറഞ്ഞ 1100 ആയി. ഇവിടെ 700 ആണെങ്കിൽ 2022-ലും 23-ലും അറൗണ്ട് 1000 നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നോർമലി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിന് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് ഈ സിലബസിന്റെ പുറത്തൊന്നും നമ്മുടെ കോഡൊക്കെ എടുത്ത് പഠിക്കുകയും അതുപോലെ തന്നെ വാല്യുവേഷൻ പാർട്ടിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഒരിക്കലും വിട്ടു പഠിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റും കൂടിയാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC JEയുടെ റിസൾട്ട് വന്നു. നമ്മൾ അടുത്ത SSC JE അവൈറ്റിംഗ് ആണ്. അപ്പം പലർക്കും കഴിഞ്ഞ SSC JE ചിലപ്പം ക്വാളിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് അപ് ടു ദ മാർക്ക് കിട്ടിയെന്നോ വരത്തില്ല. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതായത് ഈ SSC JE എക്സാമിന് അനുബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ അടുത്ത SSC JE എക്സാമെങ്കിലും നമുക്ക് മിയർലി ക്വാളിഫൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ വിചാരിക്കുന്ന സോണിൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSC JE എക്സാമിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ ഒരു ചെറിയ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനാലിസിസ് നടത്തിയിട്ട് അതിനകത്ത് വരുന്ന റിസൾട്ട്സ് ആണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് മുന്നേ, അതായത് കുറച്ച് കാലം മുന്നേ SSC എക്സാമിന് ഉണ്ടായിരുന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തി തരാനും കൂടി വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എല്ലാ ടെക്നിക്കൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ എക്സാമിൻ്റെ അനാലിസിസ്, കട്ട് ഓഫ് പ്രഡിക്ഷൻ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് എന്ത് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവശ്യമാണല്ലേ. സോ ഞാൻ നിങ്ങൾക്ക് ഒരു ഫേമസ് കോട്ട്, ഹെലൻ ഹെയ്സ് പറഞ്ഞൊരു ഫേമസ് കോട്ട് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അതായത് എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാസ് വൺസ് എ ബിഗിനർ. അതായത് ഏത് കാര്യത്തിലും നമ്മൾ എക്സ്പേർട്ട് ആവുന്നതിന് മുന്നേ ബി ഇൻ എ ബിഗിനർ സ്റ്റേജ് അല്ലേ. എപ്പോഴും ഒരു ബിഗിനിങ് സ്റ്റേജിലൂടെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾസും ഹേർഡിൽസും കടന്നു വന്നിട്ടായിരിക്കും നമ്മൾ എക്സ്പേർട്ടായി മാറുന്നത്. ലൈക്ക് വൈസ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു എക്സാം വന്നു, അല്ലെങ്കിൽ റിസൾട്ട് വന്നു, അതെല്ലാം ചിലപ്പോൾ നമ്മളൊരു ബിഗിനർ സ്റ്റേജ് ആയിരിക്കും. സോ നമ്മളൊരു എക്സ്പേർട്ട് എന്ന രീതിയിലേക്ക് വളരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഹോംവർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്പേർട്സ് എന്ന് പറയുന്നത് ബോൺ എക്സ്പേർട്സ് ആയിരിക്കത്തില്ല. അവരൊരു ബിഗിനർ സ്റ്റേജ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എക്സ്പേർട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും നമ്മളുടെ എക്സ്പേർട്ട് എന്നൊരു രീതിയിലേക്ക് ആവുന്നത്. അത് ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മളുടെ സ്റ്റഡീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ബാധകമാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ 6 കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ വഴി കൊണ്ടുവരുന്നത്. അതായത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSC JEയിൽ ഇത്രയും കാലം വന്നിരുന്ന വേക്കൻസി ട്രെൻഡ്സ് ഒന്ന് നോക്കാം. അതായത് 2022 വരെ ഉള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 23-ഉം അറൗണ്ട് 1000 വേക്കൻസീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേക്കൻസി ട്രെൻഡ്സ് ഒന്ന് നോക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ SSC JEയുടെ എന്നുള്ളത് നോക്കാം. ദെൻ മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ട്രെൻഡ്സിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ. അതായത് നമ്മൾ മുൻ വർഷങ്ങളിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ SSC JE എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ട്രെൻഡ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്നിരുന്നു, അങ്ങനെയുള്ളതിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ. അതുപോലെ തന്നെ പ്രൈം ഫോക്കസ് ഏരിയാസ് പ്ലസ് ടെക്നിക്കൽ സിലബസ്, അതാണ് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ സെയിം കാര്യം തന്നെ യു ക്യാൻ അപ്ലൈ ഫോർ RRB JE ഓൾസോ. അതായത് RRB JE എടുക്കുമ്പോഴും ടെക്നിക്കലും നോൺ ടെക്നിക്കലിനും ഒരു കമ്പൈൻഡ് പ്രിപ്പറേഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സിലബസും നമ്മൾ ടയർ 1-ൻ്റെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ടെൻറ്റേറ്റീവ് എക്സാം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ജൂൺ എന്നുള്ളൊരു കട്ട് ഓഫ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അതായത് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സാം എത്തുന്നിടം വരെ കുറച്ച് ഡെയിലി റുട്ടീൻസ് നമ്മൾ സാധാരണ നമ്മുടെ ഓരോ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയല്ലേ നമ്മൾ റുട്ടീനായിട്ട് കൊണ്ടുവന്നു. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ അത്രയും കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് റുട്ടീൻസ് എക്സാം എത്തുന്നിടം വരെ അത് പറയാൻ ഉദ്ദേശിക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്റ്റഡി ട്രാക്കർ എന്താണെന്നൊക്കെ ഞാൻ ഇനി വരുന്ന, അതായത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് വാട്ട് ഇസ് എ സ്റ്റഡി ട്രാക്കർ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് എക്സാം പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ടിപ്പുകളാണ്. ടിപ്പുകൾ എന്ന് പറയുന്നത് ഐ ക്യാൻ ഗിവ് യു ഗൈഡ് ലൈൻ, അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്.
അപ്പോൾ ആദ്യം നമുക്കുള്ളത് എന്താണ്, വേക്കൻസി ട്രെൻഡ്സ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇയർ 2022 വരെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി വന്നതാണ്, ഇത് യെറ്റ് ടു ബി അനൗൺസ്ഡ് അല്ല, ഇത് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. 2018 1800 ആണ്, പിന്നെ അത് കുറഞ്ഞ 1100 ആയി. ഇവിടെ 700 ആണെങ്കിൽ 2022ലും 23ലും അറൗണ്ട് 1000 നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSCGയുടെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻ ആൻഡ് അറൗണ്ട് ഓൺ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തെ 785 എന്നുള്ളത് കുറഞ്ഞെങ്കിലും നമുക്ക് എല്ലാ വർഷവും അറൗണ്ട് 1000 എന്നുള്ളൊരു ആവറേജ് നമ്പറിൽ നമുക്ക് ടോട്ടൽ വേക്കൻസീസ് കിട്ടാറുണ്ട് SSCG. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു 2 വേക്കൻസി ഉള്ള പോസ്റ്റിനേക്ക് വേണ്ടി നമ്മൾ വരെ പഠിക്കുന്നു, നമ്മളൊരു ആത്മവിശ്വാസത്തോടെ. ബിക്കോസ് ആ 2 പേരിൽ ഒരാൾ നമുക്ക് ആവാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വേക്കൻസീസ് വരുമ്പോൾ എന്തായാലും നമ്മളൊരു ചാൻസ് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SSCGE എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ലൈവിലും വെബിനാർസിലും നമ്മുടെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കരുതുക. ആൻഡ് 2024 എക്സ്പെക്റ്റഡ് വേക്കൻസീസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തു 1324. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺ ആവറേജ് നമുക്ക് എപ്പോഴും ഒരു 1000 എന്ന് പറയുന്ന നമ്പർ പിടിക്കാം. ഓക്കെ, അപ്പം ആ 1000 അതായത് അത്രത്തോളം നമുക്ക് വേക്കൻസീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഫിൽഡ് ബൈ ദിസ് എക്സാം. അപ്പം നമ്മൾ അത്രയും ഒരു പേസോട് കൂടി പഠിക്കുക. ഓക്കെ, ഇനി ഇത് നമ്മുടെ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് മെയിൻലി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിവിലുകാർക്ക് പറയുവാണെങ്കിൽ നമുക്ക് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത നമുക്ക് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫറാക്ക ബാരേജ് പ്രോജക്റ്റ്, ദെൻ MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് മെക്കിനും ഇലക്ട്രിക്കലിനും ഒക്കെ ബാധകമാണ്. ദെൻ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട് സിവിലിന്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഏജ് ലിമിറ്റൊക്കെ ഓരോന്നിനുമാണ്. ഇത് നിങ്ങൾക്ക് SSCയുടെ സൈറ്റിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങളുടെ ഒരു ഫോയോ എന്താ പറയുക നോളജിന് ഞാൻ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വരാം. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. നിങ്ങൾക്കറിയാം ടയർ 1 എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് ടെക്നിക്കൽ ആസ് വെൽ ആസ് നോൺ ടെക്നിക്കൽ അല്ലേ. അപ്പോൾ നമുക്കുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ജനറൽ അവയർനെസ് ഉണ്ട്. നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഇവിടെയാണ് നമ്മുടെ കളി കിടക്കുന്നത്. ഈ 3 കാര്യങ്ങളും, അതായത് ഈ ജനറൽ അവയർനെസ്സിന് യു വിൽ ബി ഗെറ്റിംഗ് 50 മാർക്സ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്സ് ആണ്. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പാർട്ടിന് 100 മാർക്സ് ആണ്. ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് എ ടോട്ടൽ ഓഫ് എത്ര മാർക്കാണ്? 200 മാർക്സ് ആണ്. ആൻഡ് ദിസ് 200 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു അറ്റംപ്റ്റ് ഇൻ എത്രയാണ്? 2 hours ആണ്. നമുക്കറിയാം 2 hours എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി വിൽ ഗെറ്റ് 120 minutes. ഈ 120 minutesൽ നമ്മൾ ചിന്തിച്ച് കുറച്ച് സമയങ്ങളെയും കാൽക്കുലേഷൻ ചെയ്ത് കുറച്ച് സമയങ്ങളെയും പല കാര്യങ്ങളും നടക്കുമല്ലോ. അപ്പോൾ ഈ 120 minutesനുള്ളിലാണ് യു ഹാവ് ടു ഗോ ത്രൂ ദീസ് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് എത്രത്തോളം ടൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ 1 minute പോലും നമുക്ക് കിട്ടുന്നില്ല. ലെസ് ദാൻ 1 minute നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ആരാണ് വിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ക്യാൻ മാനേജ് ടൈം, അവർ തന്നെയാണ് എന്താണ് ഈ ഒരു എക്സാമിന് ടയർ 1 നിന്ന് നമ്മൾ ബെനിഫിറ്റഡ് ആവുക. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഒത്തിരി എഴുതി പോയാലും പ്രശ്നമാണ്. ബിക്കോസ് ദർ ഇസ് എ നെഗറ്റീവ് മാർക്കിംഗ്. നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബിവെയർ ഓഫ് നെഗറ്റീവ് മാർക്സ്. നെഗറ്റീവ് മാർക്സിനെ കുറിച്ച് എപ്പോഴും ഒരു ധാരണയോട് കൂടി മാത്രം എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാം. അതായത് നമുക്ക് എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ചെറിയ കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉറപ്പില്ലാതെ തന്നെ എഴുതരുത്. ബിക്കോസ് നമുക്കത് നെഗറ്റീവ് മാർക്സ് കൊണ്ടുതരും. ഓക്കെ, അപ്പം ഈ ടൈം മാനേജ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് വേണ്ട 2 ആൾക്കാർ. സ്പീഡും അക്യുറസിയും മാത്രമാണ്. എത്രത്തോളം സ്പീഡിൽ നമുക്ക് ഈ 200 ക്വസ്റ്റ്യൻസിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാം. 200 അറ്റൻഡ് ചെയ്യണമെന്നല്ല, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാം. നമ്മൾ ഓർഡറിൽ പതുക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴെയുള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് കിടക്കുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ മിസ് ഔട്ട് ആയി പോകും. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്ന കാര്യങ്ങൾ നോർമലി നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിന് വരുന്ന ടോപ്പിക്സ് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ, വേർഡ് ഫോർമേഷൻ, വെർബൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, റീസണിങ് പസൽസ്, അനലോഗി, വെൻ ഡയഗ്രാം, നോൺ വെർബൽ റീസണിങ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, then statement and conclusion, coding, decoding, then direction and distance, seating arrangement, decision making,
calendars, paper folding method, blood relations, puzzle, reasoning analogies, space visualization, metrics, series, arithmetic reasoning, discrimination and observation, clocks. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പാർട്ടിൽ പല ടോപ്പിക്സിന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ചെയ്യാൻ നമുക്ക് ടൈം നമ്മുടെ കയ്യിൽ, അതായത് നമുക്ക് ടൈമിൽ ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ കലണ്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ ലോജിക്ക് വെച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടുന്നു എന്നുള്ളതല്ല, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നു. സോ അതിന് ചിലപ്പോൾ ഷോർട്ട് കട്ട്സ് ഉണ്ടായിരിക്കാം. സോ ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് എപ്പോഴും ഗോ ഫോർ ഷോർട്ട് കട്ട്സ്. അതാണ് ഈ ഒരു പാർട്ടിൽ ഒരു എന്താ പറയുക ക്രാക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗോ ഫോർ ഷോർട്ട് കട്ട്സ്. എത്രത്തോളം ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റുമോ അതാണ് നമ്മുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള തിങ്. ഓക്കെ, ഇനി ജനറൽ അവയർനെസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമുക്ക് ജനറൽ അവയർനെസ് ഉണ്ട് അതിന് കൂടെ തന്നെ. അപ്പോൾ ജനറൽ അവയർനെസ്സിനകത്ത് നമുക്ക് ഹിസ്റ്ററി വരും, അതുപോലെ തന്നെ കൾച്ചർ വരും, ജോഗ്രഫി, എക്കണോമിക്, സയൻസ്, ജനറൽ പൊളിറ്റി ആൻഡ് സയന്റിഫിക് റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇതിനകത്താണ് വരിക. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ടൈം ഡിവോട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല. നോർമലി നമ്മൾ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക. അല്ലാതെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് കുറേ ടൈം കളഞ്ഞ് നമുക്ക് അപ്പോഴും അറിയാം 100 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ സൈഡാണ്, ബാക്കി 50-50 ആണ് ഇവിടെ ഉള്ളത്. ഈ 50-ൽ നമുക്ക് കുറച്ച് ഭാഗം മാത്രമാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി അത്രയും ടൈം കളയാൻ ഞാൻ ഒരിക്കലും നിങ്ങളോട് പ്രിഫറൻസ് അല്ലെങ്കിൽ കൊടുക്കണമെന്ന് പറയത്തില്ല. സോ ഗോ ഫോർ ദോസ് ഹാവിങ് മോർ വെയിറ്റേജ് ലൈക്ക് ടെക്നിക്കൽ പാർട്സ്. ബാക്കി നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഹിസ്റ്ററി ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് കുറച്ച് കൾച്ചർ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും, ദെൻ എക്കണോമിക്സ് ആയിരിക്കും കുറച്ച്, ജിയോഗ്രഫി, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ബേസിക്കലി ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് ഫസ്റ്റ് പഠിച്ച് തീർത്ത് വെക്കാം. ഓക്കെ, ദെൻ ജനറൽ അവയർനെസ്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഏകദേശം 4 മുതൽ 5 മാർക്കാണ്, ജോഗ്രഫിക്ക് 4 മുതൽ 5 മാർക്കാണ്, എക്കണോമിക്സ് 4 മുതൽ 5 മാർക്കാണ്. ഇത് മൂന്നും ഇതിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ കുറച്ച് തിയറി ഇഷ്ടമുള്ളവർക്ക് പഠിക്കാനായിരിക്കും എളുപ്പം. ജോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ആ 4 മുതൽ 5 മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ജനറൽ പോളിറ്റി 4 to 5 മാർക്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 16 മാർക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുവിധം ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്നത് കുറച്ച് പാടെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഒരുവിധം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പഠിക്കാൻ എളുപ്പം തന്നെയായിരിക്കും. ദെൻ സയന്റിഫിക് റിസർച്ച് 2 മാർക്ക്, കമ്പ്യൂട്ടർ 2 മാർക്ക്, കറണ്ട് അഫയേഴ്സ് അറൗണ്ട് 9 മാർക്സ് ആണ്. ഇതിൽ ഈ 9 മാർക്സിനാണ് ഞാൻ പറഞ്ഞത്, ഈ 9 മാർക്സിന് വേണ്ടി നിങ്ങൾ എത്ര ടൈം ഡിവോട്ട് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇൻട്രസ്റ്റ് ഇൻ കറണ്ട് അഫയേഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ വായിച്ചും ഓർത്തിരിക്കാനുള്ള കഴിവ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്ഷണൽ, ബട്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല, യു ആർ കംഫർട്ടബിൾ ഇൻ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഓൾസോ. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ കണ്ടോ ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ് ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഓർത്തു വെക്കാനും കഴിയും, നമുക്ക് മാർക്സ് കിട്ടാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടെക്നിക്കൽ സെക്ഷനിലേക്ക് വരാം. ടെക്നിക്കൽ സെക്ഷൻസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ RCCക്ക്, അതായത് നമ്മുടെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആവറേജ് 10 മാർക്ക്, സിവിലിൻ്റെ കാര്യമാണ് പറയുന്നത്, ആവറേജ് 10 മാർക്ക് ഉണ്ടാവും. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിനും ആവറേജ് 10 മാർക്ക് ഉണ്ടാവും. ഇത്രയും കാലം, അതായത് നമുക്കൊരു 2020 മുന്നേ നമ്മുടെ SSC JEക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ടോപ്പിക്സ് ആയിരുന്നു RCCയും തിയറി ഓഫ് സ്ട്രക്ചേഴ്സും. 10 മാർക്ക് പോയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു തിയറി ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. RCC ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നിന്നെടുത്തുനിന്നാണ് ഈ ഒരു ചേഞ്ച് വന്നത്. ദെൻ സ്റ്റീൽ 8 മാർക്ക്, എൻവയോൺമെന്റൽ ആവറേജ് 6, ട്രാൻസ്പോർട്ടേഷൻ 6, ജിയോ ടെക്നിക്കൽ 7, ഹൈഡ്രോളിക്സ് 10, ഇറിഗേഷൻ 5. ഇതുപോലെ തന്നെ നമുക്ക് 10-ൽ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു സബ്ജക്റ്റാണ് എസ്റ്റിമേഷൻ. അതിന് അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവരെയൊക്കെ ആദ്യം മെൻഷൻ ചെയ്യാൻ കാര്യം, ഈ ഇറിഗേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജിയോ ടെക്നിക്കൽ ആണെങ്കിലോ ഒക്കെ പണ്ട് കാലങ്ങളിൽ SSC JEയിൽ അധികം ഡോമിനേറ്റ് ചെയ്ത് നിന്ന എലമെന്റ്സ് അല്ല. പക്ഷെ ഇപ്പം അവയ്ക്കും ഈക്വൽ ഡോമിനൻസ്, അതായത് 10 എന്നുള്ളത് 7 ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീച്ച് ദ കൺക്ലൂഷൻ ദാറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ടെക്നിക്കൽ സബ്ജക്ട്സ് എല്ലാം തുല്യമായി കണ്ട് പഠിക്കാം. അതായത് ചില സബ്ജക്ട്സ് സ്കിപ്പ് ചെയ്ത് കുറച്ച് സബ്ജക്ട്സ് മാത്രം പഠിച്ച് പണ്ട് ക്വാളിഫൈ ചെയ്തിരുന്ന ആ ഒരു കാര്യം നമുക്ക് ഇനി SSC JEയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാ സബ്ജക്ട്സും ഈക്വലായിട്ട് പറ്റുന്നത്ര മാക്സിമം സിലബസിൽ കവർ ചെയ്ത് പോയി മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രൈം ഫോക്കസ് ഏരിയാസ്, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് സിവിലിൻ്റെ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കോർ കിട്ടും എന്നുള്ളത്. അപ്പം നമുക്ക് സ്കോറിങ് ഏരിയാസ്, അതായത് നമ്മുടെ SSC JEയിലെ സ്കോറിങ് ഏരിയാസ് എന്നറിയപ്പെടുന്ന കുറച്ച് സബ്ജക്ട്സിനെ പരിചയപ്പെടാം. ഇവിടെ നമുക്ക് വേണ്ടത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയതുകൊണ്ടും നമുക്ക് പഠിക്കാൻ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കും എന്നുള്ളത് കൊണ്ടും യു ക്യാൻ സ്കോർ. അതായത് നല്ല പോലെ വെയിറ്റേജും ഉണ്ട് നമുക്ക്. ഓക്കെ, അവിടെ വെയിറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിലും യു ഹാവ് ഗോട്ട് ഇനഫ് വെയിറ്റേജ്, നല്ല വെയിറ്റേജ് ഉണ്ട്. അതിനകത്ത് എസ്പെഷ്യലി സിമെൻറ്റ് പാർട്ടൊക്കെ കുറച്ചും നന്നായി നമുക്ക് ക്വസ്റ്റ്യൻസ് SSC JEക്ക് ചോദിക്കുന്നതാണ്.
ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി ടെക്നോളജി അതുപോലെ തന്നെ തിയറിയാണ്, വായിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ, കുറച്ച് ലോജിക്കലി ഉള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സർവേയിങ് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഫോർമുലാസ് ആണ് മെയിൻ ആൾക്കാർ, ഫോർമുലാസ് മറക്കരുത്. സോ ഷോർട്ട് നോട്ട് ഉണ്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ തിയറി ടോപ്പിക്സ്, അതായത് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ക്വാണ്ടിറ്റി ടെക്നോളജി, സർവേയിങ്, ഇവയ്ക്കെല്ലാം നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഷോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ ഫോർമുലാസും ക്വസ്റ്റ്യൻസും കൊണ്ടുവരാം. ഹൈഡ്രോളിക്സ് അതുപോലെ തന്നെയാണ്, നമുക്ക് ഷോർട്ട് നോട്ട്സും വേണം, ഫോർമുലാസും വേണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും വേണം. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് സ്കോറിംഗ് ആയിട്ടുള്ള 5 സബ്ജക്ട്സ് ആണ് ഇവർ. അപ്പോൾ ഇവരെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട സബ്ജക്ട്സ്, അതായത് നമുക്ക് ഇവരെ ഒഴിവാക്കാൻ കഴിയില്ല, നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് മസ്റ്റ് സ്റ്റഡി ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. അതിനകത്ത് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, ആസ് എ ടോൾഡ് 10+ അല്ലെങ്കിൽ 12+ വെയിറ്റേജ്, അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പേപ്പറാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേഷൻ്റെ പുതിയ കാര്യങ്ങളാണ്, എസ്പെഷ്യലി നമ്മുടെ IS 1200 എന്ന് പറയുന്ന നമ്മുടെ മെഷർമെൻ്റ് എടുക്കുന്ന നമ്മുടെ IS കോഡിൽ നിന്ന് ഒരുപാട് പുതിയ ടേംസ് അടക്കം ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു പേപ്പറാണ് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നിരുന്നാലും പഠിക്കണം, ടൈം എടുത്ത് തന്നെ പഠിക്കുക, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്, അതുകൊണ്ട് ഗോ ഫോർ റിപ്പീറ്റഡ് സ്റ്റഡി. ദെൻ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, നമുക്ക് റിപ്പീറ്റഡ് സ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല. വൺസ് യു ആർ ഡൺ വിത്ത് ലോജിക്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്ന ഒരു പേപ്പറാണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. സിമിലർ RCCക്കകത്ത് ഞാൻ ഈ പറഞ്ഞ 2 ആൾക്കാരും ആവശ്യമുണ്ട്, കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുകയും വേണം. അപ്പോൾ കോഡ് എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും എടുത്തു വെച്ച് പഠിക്കേണ്ട ആളാണ് RCC. ഇനി ജനറൽ നമ്മുടെ കേരള PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ RCC പഠിക്കുമ്പോൾ അവർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മാത്രമാണ് പഠിക്കാറ്. SSC JEക്കും RRB JEക്കും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണലി വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കൂടി പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ സ്റ്റീൽ പഠിക്കണം. ഹൈഡ്രോളിക്സ്, ആസ് എ ടോൾഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോർ ചെയ്യാനും പറ്റും, എന്തായാലും പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? ഷോർട്ട് നോട്ട്സും ഫോർമുലാസും ക്വസ്റ്റ്യൻസും വേണം. ഇവർ ഏത് സബ്ജക്റ്റ് നമ്മൾ എങ്ങനെ പഠിക്കേണ്ട സബ്ജക്ട്സ് ആണെങ്കിലും ഷോർട്ട് നോട്ട്സും ഫോർമുലാസും ക്വസ്റ്റ്യൻസും ഇറ്റ് ഇസ് എ മസ്റ്റ്. ഇനി അടുത്തത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സബ്ജക്ട്സ് ആണ് ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇത് മൂന്നും കമ്പാരിറ്റീവ്ലി തിയറി കണ്ടന്റ് കൂടുതലാണ്. ട്രാൻസ്പോർട്ടേഷനിലും ഇറിഗേഷനിലും കുറച്ച് ഫോർമുലാസ് വരും, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലും കൂടുതൽ വാല്യൂസ് ആണ് വരുന്നത്. സോ ഗോ ഫോർ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് ഇവർ 3 പേരും. ഓക്കെ, ഇനി നമുക്ക് സിലബസ് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല, സിലബസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ടോപ്പിക്സ് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ആസ് എ ടോൾഡ് നമുക്ക് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതിനകത്ത് വരുന്നത് നമുക്ക് ബിൽഡിംഗ് സ്റ്റോൺ ഉണ്ട്, സിലിക്കേറ്റ് ബേസ്ഡ് മെറ്റീരിയൽ, ഇതിനകത്ത് സിമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടിമ്പറും ഒട്ടും മോശമല്ല, അത്യാവശ്യം തന്നെ വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് ബിറ്റുമിനസ് മെറ്റീരിയൽസ്, പെയിൻറ്റ്സ്, വാർണിഷസ്, പെയിൻറ്റും ഇഷ്ടമാണ്. ബാക്കിയെല്ലാം കുറച്ചൊന്ന് സെക്കൻഡ് ടൈമൊക്കെ പഠിച്ചാൽ മതി, പക്ഷേ നമുക്ക് ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് സിമെൻ്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, പിന്നെ നമുക്ക് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് ഈ സിലബസിൻ്റെ പുറത്തൊന്നും നമ്മുടെ കോഡൊക്കെ എടുത്ത് പഠിക്കുകയും അതുപോലെ തന്നെ വാല്യുവേഷൻ പാർട്ടിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഒരു മേഖലയാണ്, ഒരിക്കലും വിട്ട് പഠിക്കാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റും കൂടിയാണ്. ദെൻ സർവേയിങ്, ആസ് എ ടോൾഡ് വളരെ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ സർവേയിങ്ങിൻ്റെ നമ്മുടെ നോർമലിയുള്ള സിലബസ് തന്നെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ദെൻ അടുത്ത സോയിൽ മെക്കാനിക്സ് ആണ്. സോയിൽ മെക്കാനിക്സ് സാധാരണ നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1ഉം 2ഉം 2ഉം, അതായത് നമ്മുടെ സോയിൽ മെക്കാനിക്സ് ഉണ്ട്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, രണ്ടും തന്നെ പഠിക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഹൈഡ്രോളിക്സ് എടുക്കുവാണെങ്കിൽ നമ്മുടെ FM ആണ്. FM-നകത്ത് ഓപ്പൺ ചാനൽ ഫ്ലോയും പഠിക്കാനുണ്ട്, ഹൈഡ്രോളിക് മെഷീൻസും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർമലി ഫ്ലൂയിഡ് മെക്കാനിക്സ് പാർട്ട് 1ഉം പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി നമ്മുടെ കേരള PSCക്കൊക്കെ ഇറിഗേഷനും ഹൈഡ്രോളജിയൊക്കെ വെയിറ്റേജ് കുറവാണ്, പക്ഷേ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിന് SSC JEക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. ആൻഡ് യു ക്യാൻ സീ കുറച്ച് ഹൈഡ്രോളിക്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. ദെൻ കമ്മിങ് ടു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ റോഡുണ്ട്, റോഡിനകത്ത് ഹൈവേ, ട്രാഫിക്, അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ ഉണ്ട്. റെയിൽവേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെയിൽവേ ഉണ്ട്, പക്ഷേ എയർപോർട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എയർപോർട്ടൊക്കെ നമ്മൾ കേരള PSCക്ക് പഠിക്കുന്നുണ്ടായിരിക്കും, അത് ഇവിടെ ആവശ്യമില്ല. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ ആസ് ഐ ടോൾഡ് അതായത് വാട്ടർ സപ്ലൈ, വേസ്റ്റ് വാട്ടർ ആൻഡ് പൊല്യൂഷൻ, അത്രയാണ് ഉണ്ടാവാറ്.
ദെൻ കമ്മിങ് ടു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എടുത്താണെങ്കിൽ അതിനകത്ത് ആദ്യം തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിനകത്ത് തന്നെയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് നമ്മുടെ നോർമലി നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതുപോലെ തന്നെ ബീംസിനകത്ത് SFD BMD വരും. ദെൻ നമുക്ക് ബെൻഡിങ് മൊമെന്റ്, ഷിയർ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ വരുന്നത് ചിമ്മിനി, ഡാംസ്, റീറ്റെയിനിങ് വാൾസ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ്. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി ടെക്നോളജി ഉണ്ട്. ദെൻ RCC ഡിസൈൻ വരും. RCC ഡിസൈനകത്ത് 2 മെത്തേഡും പഠിക്കണം. ബോത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ബോത്ത് ലിമിറ്റ് സ്റ്റേറ്റ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. സ്റ്റീൽ ഡിസൈനിൽ നമുക്ക് കണക്ഷൻസ്, പിന്നെ കോളം, ബീം, പിന്നെ പ്ലേറ്റ് ഗേർഡേഴ്സ്, റൂഫ്, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം വരെ വി ഹാവ് ടു ഗോ ത്രൂ സർട്ടൺ റൂട്ടീൻസ്. ആ റൂട്ടീൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ PDF. തിയറി ഒക്കെ ആണെങ്കിൽ PDF എടുക്കുക. ഹാൻഡ് റിട്ടൺ ആണ് കോൺസെപ്റ്റുവൽ ലെവലുള്ള സബ്ജക്ട്സിന് ഏറ്റവും നല്ലത്. ബെറ്റർ ടു ബി ഇൻ യുവർ ഹാൻഡ് റൈറ്റിംഗ്. നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയുള്ള നോട്ട്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ SSCGയുടെ PYQs അടങ്ങിയൊരു ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. അത് നമ്മുടെ MEDC ആണെങ്കിലും IAS മാസ്റ്റർ പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ആണെങ്കിലും SSCGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ യു ഹാവ് ടു ഗോ ത്രൂ IAS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് IASൻ്റെ നമുക്ക് PYQs ആവശ്യമാണ്. ബിക്കോസ് നമുക്ക് SSCGയുടെ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കതും ഇറ്റ് വാസ് ടേക്കൺ ഫ്രം IAS PYQ. IASൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസും. അതുകൊണ്ട് അത് ചെയ്തിരിക്കുക. ദെൻ ഒരു സ്റ്റഡി ട്രാക്കർ വേണം. സ്റ്റഡി ട്രാക്കർ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നമ്മൾ മിസ്റ്റേക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാനും, നമ്മൾ കണ്ടിന്യൂസ്ലി ചില കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില ഫോമുല മിക്കവാറും മറന്നു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ്, അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാനും യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട. സ്റ്റഡി ഡെയിലി, അതായത് എന്നും പഠിക്കണം. ഒരു ദിവസം പോലും ഗ്യാപ്പ് എടുക്കരുത്. എന്തെങ്കിലും എക്സെപ്ഷണൽ കേസ് വന്നാൽ പോലും അന്ന് അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഉറങ്ങുക. അതായത് നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വലിയ ടൈം ടേബിൾ, 3-4 മാസത്തെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാനിരിക്കാതിരിക്കുക. ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. അതായത് ഒരു വീക്കിൽ നമ്മൾ ഇത്രയും ടോപ്പിക് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് പഠിക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് നോക്കുക. ദെൻ വീക്ക്ലി റിവിഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എന്തായാലും മാറ്റി വെക്കുക. ഇനി സബ്ജക്ട് വൈസ് ടൈം ലൈൻ ഉണ്ടാക്കുക. അതായത് ലൈക്ക് ഇപ്പം ഞാൻ ഇത്രയും എന്തെങ്കിലും 4 മാസം 5 മാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മാസം ഉണ്ടെങ്കിൽ ഇതിൽ ആദ്യത്തെ മാസം കൊണ്ട് ഞാൻ എന്തൊക്കെ തീർക്കും. അങ്ങനെ നമുക്കൊരു മന്ത്ലി ഒരു ഏകദേശം ഐഡിയ മതി. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ വലിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ നിൽക്കരുത്, വലിയ ടൈം ടേബിൾസ് ഉണ്ടാക്കാൻ നിൽക്കരുത്. ദെൻ നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടൈം ലൈൻ ഉണ്ടെങ്കിൽ ആ ടൈം ലൈൻ പ്രകാരം തന്നെ പഠിക്കുക. ഒരുപാട് ലാഗ് ഉണ്ടാക്കി നമ്മുടെ ഗോൾ കംപ്ലീറ്റ്ലി മരുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്താതിരിക്കാൻ നോക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ സ്റ്റഡി ട്രാക്കർ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കത് എക്സെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വരച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എക്സെൽ ഉണ്ടാക്കി പ്രിൻ്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എഴുതുക. അപ്പം നമ്മുടെ RCC ആണെന്ന് വിചാരിക്കാം. RCC ആണ് സബ്ജക്റ്റ്. അത് നിങ്ങൾ ക്ലാസ് കണ്ടു, വെദർ ഇറ്റ് ഇസ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, നിങ്ങൾ ക്ലാസ് കണ്ട് നിങ്ങളുടെ കയ്യിൽ ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് എ ടിക്ക് ഓവർ ഹിയർ. അത് കഴിഞ്ഞിട്ട് റിവിഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, വീക്കിലി റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു ബാർ ഇട്ടാൽ മതി. ഒരു തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ വര ഇടുക, രണ്ടാമത്തെ തവണ എടുക്കുമ്പോൾ 2 ഇടുക, അങ്ങനെ ചെയ്തു പോകാം. ദെൻ റിവിഷൻ നോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെയും ടിക്ക് ഇടുക. ഓക്കെ, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എലാബറേറ്റ് നോട്ടായിരിക്കും. നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണ് റിവിഷൻ നോട്ട്സ്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ഇടുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ്. ഇതുപോലെ നമുക്ക് സബ്ജക്റ്റ് വൈസോ ടോപ്പിക് വൈസോ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ ഏതൊക്കെ പഠിച്ചു, ഇനി ഏതൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് ടിപ്സാണ്. അതായത് എല്ലാ ടോപ്പിക്സും നമ്മൾ സിലബസ് പ്രകാരം പഠിക്കണം. ഞാൻ പറഞ്ഞു സെലക്റ്റീവ് സ്റ്റഡിക്ക് പോകരുത്. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാത്തിൽ നിന്നും വർക്കൗട്ട് ചെയ്യുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരത്തില്ല എന്ന് വിചാരിക്കരുത്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരും. നമുക്ക് ടയർ 2 വരുമ്പോഴത്തേക്ക് നമുക്ക് 100 ക്വസ്റ്റ്യൻസ്, അതിനകത്ത് 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം എന്തായാലും നമുക്ക് പ്രോബ്ലമാറ്റിക് വേണ്ടി വരും. ഇവിടെയും അത് യൂസ്ഫുൾ ആണ്. നമ്മൾ അപ്പം പോയി ചെയ്യാതെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്.
PYQs ചെയ്യുക, IESൻ്റെയും അതുപോലെ തന്നെ SSC JEയുടെയും. പിന്നെ എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കരുത്. 35% മോഡറേറ്റ് ക്വസ്റ്റ്യൻസും 35% ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ആയിരിക്കും. അതായത് 70% നമ്മുടെ കയ്യിലില്ലാത്ത കാര്യമായിരിക്കും. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ല, ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതായത് 35% മോഡറേറ്റ് 35% ഡിഫിക്കൽട്ടും ആയിരിക്കും എന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. 30% മാത്രമേ എളുപ്പം കാണുള്ളൂ എന്ന രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരാം. കോൺഫിഡൻസ് കളയാനല്ല പറയുന്നത്, നമ്മൾ അത്രയും ലെവലിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കോഡ് കൃത്യമായി പഠിക്കുക. അത് എല്ലാ സബ്ജക്ട്സിനും നമുക്ക് ഒരുവിധം കോഡുണ്ട്, ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന് പോലും കോഡുണ്ട്. സോ കോഡ് കൃത്യമായി മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ SSC നമുക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.